ദൈവനാമം മുഹൂർത്തപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്ത് കൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമ്മൾക്ക് ഒരു വേദഭാഗം വായിക്കാം. 1 തിമോഥെയോസ് 6 അധ്യായത്തിൻ്റെ 10 വാക്യം. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. അത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുകഷ്ടങ്ങൾക്ക് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ദ്രവ്യാഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ എന്ത് സംഭവിക്കുമെന്നാണ് ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നത്. നാം എല്ലാ തെറ്റിലേക്കും പോകാനായിട്ട് അത് ഇടയായിട്ട് തീരും. എന്ത് തെറ്റ് ചെയ്യുവാനും നാം റെഡിയായിട്ട് തീരും. എന്തുണ്ടെങ്കിൽ? ദ്രവ്യാഗ്രഹമുണ്ടെങ്കിൽ. ദ്രവ്യാഗ്രഹമാണ് നമ്മെ നയിക്കുന്നതെങ്കിൽ പണത്തോടുള്ള അത്യാഗ്രഹം, എങ്ങനെയും പണം സമ്പാദിക്കണം, പണം എനിക്ക് കിട്ടണം, പണമാണ് വലുത് എന്നുള്ള ആ ചിന്ത, ദ്രവ്യാഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ പിന്നെ നമ്മുടെ കണ്ണ് ബ്ലൈൻഡായിട്ട് പോകും. പിന്നെ നമ്മൾ എന്ത് കാര്യവും ആ പണം കിട്ടുന്നതിന് വേണ്ടി എന്തു കാര്യം ചെയ്യുവാനായിട്ട് നാം റെഡിയായിട്ട് തീരും. അതാണ് ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാണ്. നമുക്കറിയാം, ചില പിതാക്കന്മാർ വളരെ കഷ്ടപ്പെട്ട് അവരുടെ മക്കളെ വളർത്തി വലിയതാക്കി അവർക്ക് ആവശ്യമുള്ളതെല്ലാം കൊടുത്ത് ചെയ്യുന്നുണ്ട്. എന്നാൽ ആ മാതാപിതാക്കന്മാർ ചില മക്കൾക്ക് മറ്റുള്ളവരിൽ നിന്നും പ്രിവിലേജ് കൊടുത്ത് ചില മക്കളെ വളർത്തിക്കൊണ്ടുവരും. എന്നാൽ അങ്ങനെയുള്ള മക്കൾക്ക് സ്വാഭാവികമാണ് ദ്രവ്യാഗ്രഹം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായിട്ട് തീരും. അപ്പോൾ എന്തുണ്ടാകും എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നുണ്ട്. ആ ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമായിട്ട് തീരും. ചിലർ സ്വന്തം മാതാപിതാക്കന്മാരെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് അവർ സുഖമായിട്ട് ജീവിക്കുന്നു എന്ന് അവർക്ക് തോന്നും. ചിലർ അയോഗ്യമായിട്ട് അപ്പൻ്റെ അമ്മയുടെ സ്വത്ത് പിടിച്ചു പറിച്ച് എടുക്കുന്ന ചിലരും ഉണ്ട് എന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ ലോകത്തിൽ നമ്മളൊന്ന് തുറന്ന് നോക്കിയാൽ നമ്മൾക്കറിയാം, അനേകം അമ്മയപ്പന്മാർ വളരെ കഷ്ടപ്പെട്ട് മക്കളെ വളർത്തി അവർക്ക് വേണ്ടിയതെല്ലാം ചെയ്തു കൊടുത്തതിന് ശേഷം ഈ മക്കൾ ആ അമ്മയപ്പന്മാരെ ഉപദ്രവിക്കുന്നതായിട്ടും അവരുടെ സ്വത്ത് അയോഗ്യമായിട്ട് പിടിച്ചു പറിക്കുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രായാധിക്യത്തിൽ ചിലർ അമ്മയപ്പന്മാരുടെ സ്വത്ത് കൈവശമാക്കുവാൻ വേണ്ടി അവരെ കൊണ്ട് എന്തു വേണമെങ്കിലും ചെയ്യിക്കുവാനായിട്ട് മുതിരുന്നത് ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതാണ് പറയുന്നത്, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമായിട്ട് തീരും. അവിടെ അപ്പനും അമ്മയുമില്ല. അവിടെ അവർക്ക് വേണ്ടി ചെയ്തു തന്ന കാര്യങ്ങളെല്ലാം മറന്ന് അവർക്ക് വേണ്ടി എങ്ങനെ കഷ്ടപ്പെട്ടു എന്നുള്ള കാര്യങ്ങളെല്ലാം മറന്നിട്ട് ഈ പണത്തിൻ്റെ മോഹം കാരണം അവരോട് അയോഗ്യമായിട്ട് പെരുമാറുന്ന അനേകം മക്കളെ നമ്മൾ കാണുവാനായിട്ട് സാധിക്കും. സ്വത്ത് കിട്ടുന്നതിന് വേണ്ടി കിടക്കയിൽ കിടക്കുന്ന അപ്പൻ്റെ കൈകൊണ്ട് കൈ പിടിച്ച് പണം അല്ലെങ്കിൽ വിൽപത്രത്തിൽ കൈവച്ച് ഒപ്പിടിയിപ്പിച്ച് സ്വത്തെടുക്കുന്ന മക്കൾ ഈ ലോകത്തിലുണ്ട്. അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും സഹോദരിമാരെ. പല ഭവനങ്ങളിലും അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ വാക്യം എന്താണ് പറയുന്നത്? ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമായിട്ട് തീർന്നു. അവിടം കൊണ്ട് അത് നിർത്തിയിരുന്നെങ്കിൽ സാരമില്ലായിരുന്നു. എന്നാൽ അടുത്ത വാക്യം വായിക്കുന്നതാണ്, ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായിട്ട് തീരും. ബഹുദുഃഖങ്ങൾ, ചെറിയ ദുഃഖങ്ങളല്ല, ബഹുദുഃഖങ്ങൾക്ക് അധീനരായിട്ട് തീരുന്നതിന് കാരണമായിട്ട് തീരും ദ്രവ്യാഗ്രഹം. അതുകൊണ്ട് പ്രിയ സഹോദരിമാരെ, നമ്മളുടെ ജീവിതത്തിൽ പണത്തോടുള്ള മോഹമുണ്ടെങ്കിൽ അത് വിടുവാനായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ശ്രമിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകുവാൻ തക്കവണ്ണം ജീവിതത്തിൽ കഷ്ടതയും പ്രയാസവും ഒക്കെ ഉണ്ടാകും. അതെല്ലാവർക്കും ഉണ്ടാകും. അതല്ല ഇവിടെ പറയുന്നത്. ബഹുദുഃഖങ്ങൾക്ക് ഇതായിട്ട് അധീനരായിട്ട് തീരുവാനായിട്ട് നമുക്ക് ആയിത്തീരും എന്നാണ് ദൈവത്തിൻ്റെ വചനം തരുന്നത്. ഇത് നമുക്ക് ഒരു ഉദാഹരണമാണ്. നമുക്ക് ആ ഉദാഹരണം ഒന്ന് നോക്കാം. നമുക്ക് 2 രാജാക്കന്മാരുടെ പുസ്തകം 4 അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ ഒരു നയമാനെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആരാം രാജാവ് ഒരു ഇസ്രായേൽ രാജാവിന് ഒരു എഴുത്ത് കൊടുത്തയക്കുന്നുണ്ട്.
ഇസ്രായേൽ രാജാവ് ആ എഴുത്ത് വായിച്ചപ്പോൾ വസ്ത്രം കീറി, അവൻ ഇതാ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കേണ്ടതിന് ഒരാളെ എൻ്റെ അടുക്കൽ അയച്ചിരിക്കുന്നു. മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യുവാൻ ഞാൻ ദൈവമോ? നോക്കുവിൻ, അവൻ ഇതിനാൽ എന്നോട് ശണ്ടയ്ക്ക് കാരണം അന്വേഷിക്കല്ലയോ എന്ന് പറഞ്ഞു. ഇസ്രായേൽ രാജാവ് വസ്ത്രം കീറിക്കളഞ്ഞു എന്ന് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അവിടെ എലീശ പ്രവാചകൻ പറയുകയാണ്, എലീശ പ്രവാചകൻ കേട്ടപ്പോൾ പറയുകയാണ്, രാജാവിൻ്റെ അടുക്കൽ ആളെ അയച്ചു, നീ വസ്ത്രം കീറിക്കളഞ്ഞത് എന്ത്? അവൻ എൻ്റെ അടുക്കൽ വരട്ടെ, എന്നാൽ ഇസ്രായേൽ ഒരു പ്രവാചകനുണ്ട് എന്ന് അവൻ അറിയും എന്ന് പറയിച്ചു. അങ്ങനെ നയമാൻ രഥത്തോടും കുതിരകളോടും കൂടെ എലീശയുടെ വീട്ടുവാതിക്കൽ വന്നു നിന്നു. എലീശ ആളയച്ചു, നീ ചെന്ന് യോർദാനിൽ 7 പ്രാവശ്യം കുളിക്കുക എന്ന് പറഞ്ഞു. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഈ എലീശ പ്രവാചകൻ ആരാണ്? ഈ എലീശ പ്രവാചകൻ ഇസ്രായേൽ രാജാവിൻ്റെ മുമ്പിൽ എലീശ രാജാവ് ആരാണ്? അത് ഇസ്രായേൽ രാജാവിനേക്കാളും വലിയതാണ് എലീശയുടെ പ്രവാചകന്റെ പൊസിഷൻ. കാരണം സർവശക്തനായ ദൈവത്തിൻ്റെ പ്രവാചകനാണ്, സർവശക്തനായ ദൈവത്തിൻ്റെ ദാസനാണ് അവൻ. ആ ദാസനാണ് എലീശ പ്രവാചകൻ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആ ദാസൻ്റെ എലീശ പ്രവാചകൻ്റെ ഒരു ശിഷ്യനായിട്ടിരിക്കാനുള്ള ഭാഗ്യം ഗേഹസിക്ക് ഉണ്ടായി. അത് വലിയൊരു കാര്യമാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ നയമാൻ അവിടെ വന്നു. അവൻ ആദ്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവൻ പ്രവാചകൻ പറഞ്ഞതുപോലെ ചെയ്തപ്പോൾ അവൻ്റെ കുഷ്ഠം കംപ്ലീറ്റ്ലി മാറിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എലീശ പ്രവാചകനെ വീണ് നമസ്കരിക്കുന്ന നയമാനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത്രയും വലിയവനാണ്, അത്രയും വലിയ വ്യക്തിയാണ് നയമാൻ, എലീശ പ്രവാചകൻ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ വലിയവനായ എലീശ പ്രവാചകനെ നമ്മൾ ഓർക്കുമ്പോൾ ആ എലീശ പ്രവാചകൻ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, ഈ എലീശ പ്രവാചകന്റെ ശിഷ്യനായ ഗേഹസി കുറച്ച് പണത്തിനു വേണ്ടി, സൗകര്യത്തിനു വേണ്ടി, അവൻ്റെ കാര്യത്തിനു വേണ്ടി അവൻ്റെ അധപ്പതനം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എലീശ പ്രവാചകൻ ആരാണ്? എലീശ പ്രവാചകന്റെ ശിഷ്യൻ ആരാണ്? അത്രയും വലിയ പൊസിഷൻ ഉണ്ടായിരുന്ന ആ ഗേഹസിക്ക് എലീശ പ്രവാചകനോടൊന്ന് ചോദിച്ചിരുന്നെങ്കിൽ, എനിക്ക് എൻ്റെ ആവശ്യത്തിന് എനിക്ക് പണം വേണം, എനിക്ക് കുറച്ച് നല്ല ഡ്രസ്സ് വേണം, എനിക്ക് കുറച്ച് പണം വേണം എന്ന് ചോദിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും സർവശക്തനായ ഈ ലോകത്തിൻ്റെ ഉടയവനായ ദൈവത്തിൻ്റെ പ്രവാചകനാണ് എലീശ പ്രവാചകൻ. അവൻ തീർച്ചയായിട്ടും അത് ഗേഹസിക്ക് കൊടുക്കുമായിരുന്നു. എന്നാൽ അതിന് പകരമായിട്ട് എലീശ പ്രവാചകന്റെ ശിഷ്യൻ ചെയ്ത് എന്താണെന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവൻ ഒരു നീച മനുഷ്യനെ പോലെ, ഒരു വെറും സാധാരണയേക്കാൾ താണ ഒരു മനുഷ്യനെ പോലെ ആ വ്യക്തി ആയിത്തീർന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എലീശ പ്രവാചകൻ ഒന്നും നയമാനോട് മേടിച്ചില്ല എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ഗേഹസി എന്താണ് ചെയ്തത്? അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ ഞാൻ കാണുന്നത് യഹോവയാണ്. അവൻ പറയുകയാണ്, ദൈവപുരുഷനായ എലീശയുടെ ബാലക്കാരൻ ഗേഹസി ആരാമെ നയമാൻ കൊണ്ടുവന്ന് എൻ്റെ യജമാൻ അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാതെ വിട്ടുകളഞ്ഞുവല്ലോ. യഹോവയാണ്, ഞാൻ അവൻ്റെ പിന്നാലെ ഓടിച്ചെന്ന് അവനോട് അല്പമെങ്കിലും വാങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ നയമാനെ പിന്തുടർന്നു. അവൻ തൻ്റെ പിന്നാലെ ഓടി വരുന്ന നയമാൻ കണ്ടപ്പോൾ രഥത്തിൽ നിന്നിറങ്ങി അവനെ എതിരേറ്റു. ആരാണ് ഈ നയമാൻ? ആരാണ്? ഹൈ പൊസിഷനിലൊരു വ്യക്തിയാണ്. ഗേഹസി ഓടി വരുന്നു കണ്ടപ്പോൾ, ഗേഹസി ആരാ? എലീശ പ്രവാചകന്റെ ശിഷ്യനാണ്. അവൻ ഓടി വരുന്നു കണ്ടപ്പോൾ അത്രയും പൊസിഷനിലുള്ള ഒരാൾ ഇറങ്ങി അവനെ എതിരേറ്റ് എഴുന്നതായിട്ട് കാണുന്നു. എത്ര പൊസിഷനാണ് പ്രിയ സഹോദരിമാരെ ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. നാം ആരാണ്? സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മക്കളാണ്. നാം ആരാണ്? ഈ ലോകത്തിൻ്റെ ഉടയവൻ്റെ മക്കളാണ്. നാം പ്രാർത്ഥിച്ചാൽ, നമ്മൾ ആവശ്യപ്പെട്ടാൽ നമ്മുടെ ആവശ്യങ്ങൾ ദൈവം നമുക്ക് തരും. നമ്മൾക്ക് ദ്രവ്യാഗ്രഹത്തിൻ്റെ ആവശ്യമില്ല. എന്നാൽ ദ്രവ്യാഗ്രഹം മൂത്ത് വന്നപ്പോൾ അവൻ ചോദിക്കുകയാണ്, എനിക്ക് 1 താലന്ത് വെള്ളിയും 2 കൂട്ടം വസ്ത്രവും തരണമേ എന്ന് പറവാൻ എൻ്റെ യജമാൻ എന്നെ പറഞ്ഞയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ദയ ചെയ്ത് 2 താലന്ത് വാങ്ങണമേ എന്ന് നയമാൻ പറഞ്ഞു. അയ്യോ, ഗേഹസിയുടെ അധപ്പതനം എന്താണ്? 2 താലന്ത് വെള്ളി, 1 താലന്ത് വെള്ളി ചോദിക്കുന്ന ഗേഹസിയെ കാണുവാനായിട്ട് സാധിക്കും. 2 കൂട്ടം വസ്ത്രമില്ലാതെ ദൈവത്തിൻ്റെ മക്കൾ വസ്ത്രമില്ലാതെ
ജീവിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. അവർ പട്ടിണി കിടക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. അവരുടെ ആവശ്യങ്ങളെല്ലാം നടത്തി തരുന്ന ദൈവമാണ്. അത് ദൈവം നടത്തി തരും എന്നുള്ളത് കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ അനുഭവമായിട്ട് ഗേഹസിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മരിച്ചവരെ ഉയർപ്പിപ്പാൻ കഴിവുള്ള ദൈവത്തിൻ്റെ ശിഷ്യനായ എലീശ പ്രവാചകൻ അത് ചെയ്തു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത്ര ശക്തിമാനായ ഒരു എലീശ പ്രവാചകന്റെ ശിഷ്യനാണ് ഇവിടെ 1 താലന്ത് വെള്ളിയും 2 കൂട്ടം വസ്ത്രവും തരണമേ എന്ന് ചോദിക്കുന്നത്. പ്രിയ സഹോദരിമാരെ, ഗേഹസിയുടെ അതപ്പനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവൻ എത്ര അധപ്പതിച്ചു പോയി, അവൻ്റെ ജീവിതം എത്ര താണുപോയി. അവനോട് നമുക്ക് അവനെ നമുക്ക് ഓർക്കുമ്പോൾ അവൻ്റെ ഹൃദയം അവനോട് നമുക്ക് തോന്നുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എന്ത് അയ്യോഭാവമാണ് അവനെക്കുറിച്ച് തോന്നുന്നത്. അവന് കിട്ടി, എന്ത് കിട്ടി? 2 താലന്ത്. അപ്പോൾ അവൻ ചോദിച്ചിട്ട് 2 താലന്ത് വാങ്ങണമെന്ന് അവൻ പറഞ്ഞു. അവനെ നിർബന്ധിച്ച് 2 സഞ്ചിയിൽ 2 താലന്ത് വെള്ളിയും 2 കൂട്ടം വസ്ത്രവും കെട്ടി അവൻ്റെ ബാല്യക്കാരുടെ കൂടെ കൊടുത്തു വിട്ടു. ഓ, ഇന്ന് ഗേഹസി ധനവാനാണ് കേട്ടോ. അവൻ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അവന് 2 താലന്ത് വെള്ളി അവൻ്റെ കയ്യിലുണ്ട്. 2 താലന്ത് എന്ന് പറഞ്ഞാൽ അത് ഒത്തിരിയുള്ള ധനമാണ്. അവൻ്റെ ധനം കൂടിയിരിക്കുകയാണ്. അവൻ്റെ കൂടെ 2 കൂട്ടം വസ്ത്രവും കെട്ടി അവൻ്റെ കയ്യിലുണ്ട് കേട്ടോ. എന്നാൽ ആ വസ്ത്രം എടുത്തുകൊണ്ട് അവൻ വീട്ടിലെത്തി. നമുക്ക് താഴെ താമസിയാതെ നമുക്ക് അവൻ കാണുവാനായിട്ട് സാധിക്കുന്നത്, എലീശ പ്രവാചകന്റെ അടുത്ത് നിന്ന് അവൻ കള്ളത്തരവും പറഞ്ഞു. അതാണ് സകലവിധ ദോഷത്തിനും കാരണം. നുണ പറയുവാനൊന്നും ഒരു മടിയും കാണത്തില്ല ദ്രവ്യാഗ്രഹം മൂത്ത് കഴിഞ്ഞാൽ സഹോദരിമാരെ. അതുകൊണ്ട് അവൻ പറയാണ്. പിന്നെ അവൻ അകത്ത് കിടന്ന് യജമാന്റെ മുമ്പിൽ നിന്നു. അവൻ പറയാണ്, എന്നാൽ ഏലീശ അവനോട്, ഗേഹസി നീ എവിടെ പോയിരുന്നു എന്ന് അവൻ ചോദിച്ചതിന്, അടിയൻ എങ്ങും പോയില്ല. നുണ വായിൽ നിന്ന് അത് ഒഴുകും, അതിന് ബുദ്ധിമുട്ടില്ല. എന്താണ് ദ്രവ്യാഗ്രഹം? ദൈവത്തിന്റെ വചനം പറയുകയാണ് സകലവിധ ദോഷത്തിനും അത് കാരണമാണ് എന്ന് പറയുമ്പോൾ അത് സകലവിധ ദോഷവും അവൻ്റെ ജീവിതത്തിൽ. അവൻ കള്ളത്തരം പറഞ്ഞു. ആരോടൊക്കെ കള്ളത്തരം പറഞ്ഞു? വെറും നയമാനോട് കള്ളത്തരം പറഞ്ഞു, എലീശ പ്രവാചകനോട് കള്ളത്തരം പറഞ്ഞു, ഇതെല്ലാം വാങ്ങിച്ചു, കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചു. എന്നിട്ട് എന്തു പറ്റി? അപ്പോൾ പ്രവാചകൻ ചോദിക്കുകയാണ്, ആ പുരുഷൻ രഥത്തിൽ നിന്നിറങ്ങി നിന്നെ എതിരേറ്റപ്പോൾ എൻ്റെ ഹൃദയം നിന്നോടുകൂടെ പോന്നിരുന്നില്ലയോ? ദ്രവ്യം സമ്പാദിപ്പാനും വസ്ത്രം, ഒലിവ് തോട്ടം, മുന്തിരിത്തോട്ടം, ആടുമാടുകൾ, ദാസിദാസന്മാർ എന്നിവ മേടിപ്പാനും ഇതാകുന്നുവോ സമയം? ആകിയാൽ നയമാന്റെ കുഷ്ഠം നിനക്ക് നിന്റെ സന്തതിക്കും എന്നേക്കും പിടിച്ചിരിക്കും എന്ന് അവനോട് പറഞ്ഞു. എന്ത് കിട്ടി സഹോദരിമാരെ? എന്ത് കിട്ടി? 2 കൂട്ടം വസ്ത്രം കിട്ടി, 2 താലന്ത് വെള്ളിയും കിട്ടി. അതിൻ്റെ കൂടെ കിട്ടിയത് എന്താണെന്നറിയാമോ? ജീവകാലം മുഴുവനും കുഷ്ഠം. ആ കുഷ്ഠരോഗിയായിട്ട് നയമാൻ കുഷ്ഠത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് അവൻ സന്തോഷവാനമായിട്ട് ജീവിക്കുമ്പോൾ എലീശ പ്രവാചകന്റെ ശിഷ്യനായ ഗേഹസി ദ്രവ്യാഗ്രഹ മുഖാന്തരം കുഷ്ഠരോഗിയായിട്ട് ഇന്ന് ജീവിക്കുകയാണ്. എത്രയോ അധപ്പതനമാണ്, എത്രയോ കഷ്ടമാണ്. അതാണ് കർത്താവ് പറയുന്നത്, സകല ദുഃഖങ്ങൾക്കും കാരണമായിട്ട് തീരും. അവരുടെ ദുഃഖം തീരത്തില്ല കേട്ടോ. ദ്രവ്യാഗ്രഹം മൂത്ത് കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടിയെന്നിരിക്കും, കുറച്ച് സമ്പത്തൊക്കെ ഉണ്ടായെന്നിരിക്കും, കുറച്ച് രൂപയൊക്കെ ഉണ്ടായെന്നിരിക്കും, ലക്ഷങ്ങളൊക്കെ സമ്പാദിക്കാൻ സാധിച്ചെന്നിരിക്കും. എന്നാൽ പറയുന്നത് ബഹുദുഃഖങ്ങൾക്ക് അധീനരായിട്ട് തീരും. അതുകൊണ്ട് പ്രിയ സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ ഈ നമ്മൾ ദ്രവ്യാഗ്രഹത്തിൻ്റെ പുറകെ പോകാതെ നമ്മൾക്ക് ദ്രവ്യാഗ്രഹം വിട്ട് ഓടുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. Good morning, sisters. Philippians chapter 4, verses 6 and onwards. Be careful for nothing, but in everything, by prayer and supplication, with thanksgiving,
let your requests be made known unto God, and the peace of God, which passeth all understanding, shall keep your hearts and minds through Christ Jesus. Those things which ye have both learned and received, and heard and seen in me, do, and the God of peace shall be with you. But my God shall supply all your needs, according to his riches and glory, by Christ Jesus. Worry about nothing, for worrying accomplishes nothing. But when we pray about everything and anything, we are taking action by bringing our requests before God, so that while we wait, we know he is working on it. And then we read in verse 7 about the God of peace, which surpasses all understanding. To surpass all understanding means to have God's peace in our hearts, even in the midst of troubling circumstances. This peace makes no sense in our humanly eyes, since peace and trouble are two opposing situations. So how can we have peace where trouble exists? It goes beyond the human understanding. However, this peace is a peace given to us by God. In John chapter 14, verse 27, God says, "Peace I leave with you, my peace I give unto you. Not as the world giveth, give I unto you. Let not your heart be troubled, neither let it be afraid." Now verse 7 from Philippians chapter 4 ends by saying that the God of peace will keep your hearts and minds. What does that mean? This means that God's peace will seep through your heart and mind, and both will be and feel the calm that only comes through Christ. Then we come to verse 9, where God instructs us to take action and do the things we have learned, seen, and heard from him, and whatever we received from him, for then the God of peace will be with us. But it doesn't end there, for verse 19 says, "But my God shall supply all your needs, according to his riches and glory, by Christ Jesus." He knows what you are going through, and knows what you need, and he is already preparing the way for you. He has not and will not abandon you. May we sing this song together. Men of faith, rise up and sing of the great and glorious King. You are strong when you feel weak, in your brokenness complete. Shout to the north and the south, sing to the east and the west. Jesus is Savior to all, Lord of heaven and earth. Rise up, women of the truth, stand and sing to broken hearts. Who can know the healing power of our awesome King of love? Shout to the north and the south, sing to the east and the west. Jesus is Savior to all, Lord of heaven and earth. We will shout to the north and the south, sing to the east and the west. Jesus is Savior to all, Lord of heaven and earth. We've been through fire, we've been through rain, we've been refined by the power of his name. We've fallen deeper in love with you. You burn the truth on our lips. Shout to the north and the south, sing to the east and the west.
Jesus is Savior to all, Lord of heaven and earth. We will shout to the north and the south, sing to the east and the west. Jesus is Savior to all, Lord of heaven and earth. Rise up, church, with broken wings. Fill this place with songs again of our God who reigns on high. By his grace again we'll fly. Shout to the north and the south, sing to the east and the west. Jesus is Savior to all, Lord of heaven and earth. We will shout to the north and the south, sing to the east and the west. Jesus is Savior to all, Lord of heaven and earth. Lord of heaven and earth. Lord of heaven and earth. May his name alone be glorified. Amen. Good morning, sisters. It is a joy to come into His presence to praise and worship our Lord and Savior Jesus Christ. I am sure many of us have been in this situation, a feeling where you are at a standstill and not progressing forward in any aspect of your life. You see the world moving and leaving you behind. We feel like we are unable to achieve our dreams. We feel disappointed because we are not getting anywhere. And doubt starts creeping in. Once the doubt sets in, it overwhelms us like a fire that keeps spreading. But Christ said that He would never leave our side. His care and love for us is immeasurable. He sent the Holy Spirit as a comforter to comfort us. Furthermore, He stated that He will never leave us nor forsake us. He will be with us and carry us even unto our old age, when our hairs are gray, as it says in Isaiah 46 verse 4. Hebrews 13 verses 5-6 says, "Let your conversation be without covetousness, and be content with such things as ye have. For He hath said, I will never leave thee nor forsake thee. So that we may boldly say, The Lord is my helper, and I will not fear. What man shall do unto me?" These words and thoughts give us comfort. However, sometimes they may not be enough. We believers can still find hope if we look back into the past. Be grateful for all that God has done, for how far He had brought us, even into the present. I have seen Him fix the things that were broken. More times than I can remember, I gained undeserved success. All the good things that occurred and successes were not due to my accomplishments. It was because of Jesus Christ that has brought everything, my failure and disobedience, and my tears, the good and the bad, together. He combined them in a way, molded them to bring about something good. I believe in this present time and in the future. For all those who love Him, He will work all things together for good. As it says in Romans 8 verse 28, as His children, we should do our part.
We should pray without worrying. In everything give thanks. Do what is right. Fear the Lord. Be still and be patient for His plan and purpose to unfold in our lives. It says in the Bible that we should be still and know that He is God. He will be exalted among the nations. He will be exalted among the earth. We can proclaim the goodness of God, and I believe what Psalm 188 verse 23 says, that we can give all glory and honor to God, and eventually say that this is the Lord's doing. It is marvelous in our eyes. Therefore, we can come to this conclusion. Since God never changes, we can find continued strength and hope in the one that never changes. And since He never changes, He will always keep His promises. And in our lives as believers, we can see that He has done more than enough for us. He has given us Himself to die for us, to be buried, and on the third day He rose again from the grave for us. And now He is seated at the right hand of God the Father, interceding for us. Everything we have is undeserved. Undeserved mercy, undeserved grace, undeserved blessings. He has and always have been faithful. So no matter what, we must believe that there is hope. Our hope is not lost, and it is only because God is faithful to everything that He has said. He never wavers, and His purpose is sure. My mom always quotes this Bible verse, this Bible chapter, Psalm 121. I lift up mine eyes unto the hills. From where does my help come from? My help comes from the Lord, who hath made heaven and earth. He will not suffer thy foot to be moved. He who keeps you will not slumber. Behold, He who keeps Israel shall neither slumber nor sleep. Let us always rejoice and be thankful every day, no matter what may come our way. Psalm 188:24. This is the day which the Lord hath made. We will rejoice and be glad in it. Let us praise and worship Him in truth and spirit, for my God is never changing. Amen.